ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഇത് എർട്ടിക വണ്ടിയാണ്. എർട്ടിക പെട്രോളാണ്. 1500 cc എഞ്ചിനാണ് എർട്ടികയ്ക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ 1500 cc എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് വരുന്നത് 1473 cc ആണ് എർട്ടിക വരുന്നത്. അപ്പോൾ 1473 cc-യിൽ നിന്നും നമ്മളുടെ ഓരോ സിലിണ്ടറിൻ്റെയും കണക്ഷൻ റിമൂവ് ചെയ്ത് 343 cc ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഞ്ചിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ എഞ്ചിൻ കംപ്ലയിൻറ്റ്സ് അടക്കം നമ്മൾക്ക് മനസ്സിലാക്കാനും സാധിക്കും കേട്ടോ. നമ്മളൊരു വെറുതെ ഒരു വീഡിയോ എടുക്കണതല്ല, നമ്മൾക്ക് ഇതുവഴി നമ്മളുടെ സിലിണ്ടറിനുള്ള കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതുവഴി ഏത് സിലിണ്ടറാണ് കംപ്ലയിൻറ്റ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ആദ്യം നമ്മൾക്ക് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ മേൽവശത്തുള്ള എയർ ഫിൽറ്റർ കാരണം നമ്മൾക്ക് പ്ലഗിലേക്കുള്ള ലൈൻ നമ്മൾക്ക് റിമൂവ് ചെയ്യാനോ സെറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല, കാണാനും സാധിക്കില്ല. അപ്പോൾ നമ്മൾക്ക് എയർ ഫിൽറ്റർ ആദ്യം അഴിച്ചെടുക്കാം. 10 വോൾട്ട് അയച്ചെടുത്തു. നമ്മൾ ഈ ഒരു കേസ് നമ്മൾ ഊരിയെടുക്കാം കേട്ടോ. ഒരു മാറ്റി വയ്ക്കുകയാണ്. ഞാനിത് കംപ്ലയിൻറ്റും കൂടി തിരിച്ചറിയണ വീഡിയോ ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സിലിണ്ടറുകൾ ഇപ്പോൾ 4 സിലിണ്ടറാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ 4 സിലിണ്ടറാണ് നമ്മൾക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സിലിണ്ടറിൻ്റെ കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഐഡിയ വഴി നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു സിലിണ്ടറിൻ്റെ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എഞ്ചിൻ വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണ്, എഞ്ചിൻ വൈബ്രേഷൻ ഉണ്ട്, പക്ഷേ ഏത് സിലിണ്ടറാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഓരോന്നും റിമൂവ് ചെയ്ത് നോക്കും. ഇത് റിമൂവ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ കൂടുതൽ വരുന്നു. ഇത് റിമൂവ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ എങ്ങനെയാണോ നിലനിൽക്കുന്നത് ആ വൈബ്രേഷനിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ എഞ്ചിൻ്റെ ഈ ഒരു സിലിണ്ടറിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലഗ് വർക്ക് ചെയ്യണില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഇഞ്ചക്ടർ വർക്ക് ചെയ്യണില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ സിലിണ്ടർ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലഗ് ആണ് റിമൂവ് ചെയ്യുന്നത്, അതിനുശേഷം നമുക്ക് ഇഞ്ചക്ടർ റിമൂവ് ചെയ്യാം, ഓരോ കപ്ലേഴ്സ്. അപ്പോൾ നമ്മൾക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സിലിണ്ടർ എണ്ണം പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സിലിണ്ടർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്രണ്ട് വശം, എൻജിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് എൻജിൻ്റെ ടൈമിംഗ് പുള്ളി വരുന്ന ഭാഗമാണ് എൻജിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. എൻജിൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് തുടങ്ങുന്ന സിലിണ്ടറാണ് ഫസ്റ്റ് സിലിണ്ടർ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ ഈ ഒരു ലൈനിൽ വരണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എൻജിനാണെങ്കിൽ ഇപ്പോൾ ഇന്നോവയുടെയൊക്കെ എൻജിൻ ഈ ഒരു ടൈപ്പിലേക്കാണ്. ഫ്രണ്ടിൽ ടൈമിംഗ് ബെൽറ്റ്, ബാക്കിലേക്ക് ഗിയർ ബോക്സ് പോയാണ് ആ ഒരു ടൈപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഇന്നോവയുടെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് ടൈമിംഗ് ബെൽറ്റ് എവിടെയാണ് വരുന്നത് അതിൻ്റെ ബാക്ക് വശത്തായിട്ടുള്ള ഫസ്റ്റ് സിലിണ്ടർ, അതാണ് ഫസ്റ്റ് സിലിണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് സിലിണ്ടർ റിമൂവ് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ പ്ലഗിലേക്ക് പോകുന്ന കപ്ലറാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോക്കാം നമുക്ക്. എൻജിൻ ഓഫ് ഒന്നും ആവുന്നില്ല, എൻജിനിൽ ഒരു വൈബ്രേഷൻ നേരിട്ടു, എൻജിൻ വൈബ്രേറ്റ് ആയി നിൽക്കുന്നു നോർമലായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ CC 1473 cc ആണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം 343 cc കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു സിലിണ്ടറും കൂടി റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു നോർമൽ വൈബ്രേഷൻ. എന്നാൽ വണ്ടി റൈസ് ആവും, നമുക്ക് വണ്ടി റൈസ് ഒന്ന് നോക്കാം. മൂന്ന് സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, അതായത് റേസിങ് വലിയ കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ പവർ മിസ്സിങ് ആണ് കേട്ടോ. 343 cc-യോളം മിസ്സിങ് ആണ്, എൻജിൻ പവർ മിസ്സിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സിലിണ്ടർ റിമൂവ് ചെയ്യാം. വൈബ്രേഷൻ ഭയങ്കരമായിട്ടുണ്ട്, അതായത് നമ്മൾ നേരത്തെ സിലിണ്ടർ റിമൂവ് ചെയ്യുന്നതിനേക്കാളും വൈബ്രേഷൻ കൂടി. നമുക്ക് എൻജിനൊന്ന് റൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ ടാറ്റ ഐസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു, അതായത് വിട്ടിട്ടുള്ള RPM ആണ് വരുന്നത്. അതായത് ടാറ്റ ഐസ് എന്ന് പറയുന്നത് 2 സിലിണ്ടർ എഞ്ചിനാണ്, സാധാ ഐസ് കേട്ടോ. അപ്പോൾ ആ ഒരു വിട്ടുള്ള RPM ആണ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ റിമൂവ് ചെയ്യാൻ പോണത് ലാസ്റ്റ് സിലിണ്ടർ. അപ്പോൾ നമ്മളുടെ എൻജിൻ CC 343 ആവും. അത് റിമൂവ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും നോക്കാം. എൻജിൻ സ്റ്റാർട്ടായി നിൽക്കുന്നുണ്ട്, പക്ഷേ സിംഗിൾ സിലിണ്ടറിലാണ് എൻജിൻ വർക്ക് ചെയ്യണത്. ഭയങ്കര കുടച്ചിലായിട്ടുണ്ട്. നമുക്കൊന്ന് റൈസ് ചെയ്ത് നോക്കാം. ഭയങ്കരമായിട്ടുള്ള
റൈസിങ്, അതായത് ഭയങ്കര റൈസ് ചെയ്താൽ പോലും പവർ കിട്ടാത്ത രീതിയിലുള്ള RPM ആണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും റിമൂവ് ചെയ്തു. അടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻജിൻ ഓഫോ, അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്യുന്നില്ല. നമ്മൾക്ക് എൻജിൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ആരെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻജിൻ ഓഫ് ചെയ്തതിന് ശേഷം റീകണക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ സെൻസേഴ്സിന് ചില എർത്തിലങ്ങനെ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എൻജിൻ ഓഫ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് റീകണക്ട് ചെയ്യാത്. നമ്മളപ്പോൾ എൻജിൻ ഓഫ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് സിലിണ്ടർ കണക്ട് ചെയ്തു, സെക്കൻഡ് സിലിണ്ടർ കണക്ട് ചെയ്തു, തേർഡ് സിലിണ്ടർ കണക്ട് ചെയ്തു. ഇതെല്ലാം ഓരോ സിലിണ്ടറിലേക്ക് പവർ എത്തുന്നത് അതിൻ്റെ ടൈമിംഗ് അനുസരിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്ലഗിൻ്റെ റിമൂവിങ് കഴിഞ്ഞു. ഇനി നമ്മൾക്കൊരു കാര്യം ചെയ്യാം, ഇഞ്ചക്ടർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഇഞ്ചക്ടറിലേക്ക് പവർ വരാനായിട്ട് ഇഞ്ചക്ടർ ഓരോ ടൈമിങ്ങിലും ഓപ്പൺ ചെയ്ത് കൊടുക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇവിടെ ഒരു കപ്ലേഴ്സ് വന്നിരിക്കുന്നത്. അതായത് ഇഞ്ചക്ടർ എല്ലാ ടൈമിങ്ങിലും ഓപ്പൺ ചെയ്യില്ല. ഇവിടെ എപ്പോഴാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യണത്, ടോപ്പ് ലൈനിൽ പിസ്റ്റൺ എപ്പോഴാണ് വരുന്നത്, കംപ്രഷൻ എപ്പോഴാണ് ആവുന്നത്, ആ ടൈമിൽ മാത്രമാണ് നമ്മളുടെ ഇഞ്ചക്ടർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇഞ്ചക്ടർ ഓരോന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അതിൻ്റെ വേരിയേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മൾക്ക്. അപ്പോൾ എൻജിൻ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എൻജിൻ ഇപ്പോൾ സ്മൂത്ത് റണ്ണിങ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ റീകണക്ട് ചെയ്തു പ്ലഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈനിൽ ഇഞ്ചക്ടർ ആദ്യം റിമൂവ് ചെയ്യാം കേട്ടോ. നേരത്തെ മാതിരി തന്നെ ആ ഒരു സിലിണ്ടറിലേക്ക് പ്ലഗിൻ്റെ പവർ പോകുന്നുണ്ട്, പക്ഷേ ഫ്യൂവൽ എത്തണില്ല. എന്നാൽ എയറും പോകുന്നുണ്ട്, ഫ്യൂവൽ എത്തണില്ല, പ്ലഗ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു അവസ്ഥയാണ്. പവർ ഇത്രത്തോളം നമ്മൾക്ക് ഞാൻ റൈസ് ചെയ്യുന്ന ഓൾക്കുന്നില്ല. കാരണം ഇഞ്ചക്ടറിന് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഇതുവഴി സംഭവിക്കാം. അത് കാരണം ഞാൻ റൈസിങ് ചെയ്യണില്ല. ഓക്കെ, പ്രഷർ വേരിയേഷൻ കാര്യങ്ങളെല്ലാം വരും ഇതിൽ. അത് ഞാൻ റൈസ് ചെയ്യണില്ല. ഞാൻ ഐഡൽ സ്പീഡിൽ തന്നെയാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അടുത്ത സിലിണ്ടർ, ഫസ്റ്റ് സിലിണ്ടർ റിമൂവ് ചെയ്തു, സെക്കൻഡ് സിലിണ്ടർ റിമൂവ് ചെയ്യാം. സെക്കൻഡ് സിലിണ്ടർ റിമൂവ് ചെയ്തു. നമ്മൾ പ്ലഗ് റിമൂവ് ചെയ്തേക്കാളും കൂടുതൽ വൈബ്രേഷനാണ് നമ്മൾക്കിപ്പോൾ വരുന്നത് കേട്ടോ. നമ്മൾ ഇഞ്ചക്ടർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്ലഗ് റിമൂവ് ചെയ്തതിനേക്കാളും കൂടുതൽ വൈബ്രേഷനാണ് വരുന്നത്. നമുക്ക് തേർഡ് സിലിണ്ടർ റിമൂവ് ചെയ്യാം. ഓഫ് ആവണില്ല, എന്നാൽ ഓഫ് ആവാൻ പോണ മാതിരി. പക്ഷെ നേരത്തെ പ്ലഗ് റിമൂവ് ചെയ്തപ്പോൾ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ കണ്ടതാണ്. ഓഫ് ആവണില്ല, ഓഫ് ആവാൻ പോണ മാതിരി എഞ്ചിൻ ഭയങ്കര കുളച്ചിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണത് 341 cc സിംഗിൾ സിലിണ്ടറാണ് വർക്ക് ചെയ്യണത്. ഫ്യൂവൽ വരുന്നുണ്ട്. ബാക്കിയുള്ളതിൻ്റെ ഫ്യൂവലെല്ലാം നമ്മൾ കട്ട് ചെയ്തു കേട്ടോ. ഫ്യൂവൽ ലൈനും ഫുള്ളും കട്ട് ചെയ്തു. നേരത്തെ പ്ലഗ് ലൈനാണ് കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് ഓഫ് ചെയ്യാം, റീകണക്ട് ചെയ്യാം കേട്ടോ. നമ്മളെ ഈ ഒരു കാര്യം ചെയ്തത് വഴി നമ്മൾക്ക് എൻജിൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ അത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയും കൂടിയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടിക്ക് ഫ്യൂവൽ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ഇഞ്ചക്ടർ ഓരോന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ ഈ ഒരു ഇഞ്ചക്ടറാണ് കംപ്ലൈൻറ്റ്. നമ്മൾ ഫ്യൂവൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിന്നു, വൈബ്രേഷൻ ഉണ്ട്, പക്ഷേ ഏത് ഇഞ്ചക്ടറാണ് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഫസ്റ്റ് ലൈനിൽ റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കര വൈബ്രേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും കണക്ട് ചെയ്യുന്നു. എന്നാൽ സെക്കൻഡ് റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വണ്ടി വൈബ്രേഷൻ ചെയ്ത് നിൽക്കുന്നത്, ആ വൈബ്രേഷനിൽ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം സെറ്റിങ് ചെയ്തു. ഞങ്ങൾക്ക് ഫുൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ബാറ്ററി മൈനസ് റിമൂവ് ചെയ്ത് നമ്മളുടെ എൻജിൻ ലൈറ്റ് കളയേണ്ടതായിട്ടുണ്ട്. അതെല്ലാം സെറ്റിങ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കളയാം. അപ്പോൾ എല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാം, റീഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻജിൻ ലൈറ്റ് വരുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളുടെ എൻജിൻ ലൈറ്റ് പോയി. അഥവാ നമ്മളുടെ എൻജിൻ ലൈറ്റ് വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇഞ്ചക്ടറോ അല്ലെങ്കിൽ പ്ലഗോ റിമൂവ് ചെയ്യുമ്പോൾ എൻജിൻ ലൈറ്റ് സാധാരണയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമ്മളുടെ ഈ ഒരു മൈനസ് റിമൂവ് ചെയ്യാം. ഒരു 4 മിനിറ്റോളം നമുക്ക് റിമൂവ് ചെയ്തിടാം. അതിന് ശേഷം നമ്മൾ 4 മിനിറ്റ് കഴിഞ്ഞാൽ റീകണക്ട് ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എൻജിൻ ലൈറ്റ് എന്തായാലും പോയിരിക്കും കേട്ടോ. ഓക്കെ,
എഞ്ചിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സിലിണ്ടറിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാമെന്ന് കാണിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ നമ്മളുടെ ഒരു 343 cc മാറ്റുമ്പോൾ എഞ്ചിൻ്റെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു നോർമൽ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. ഗാരേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റീസ്റ്റോറേഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.